നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു പിടിക്കപ്പെടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 43 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഉടനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മത്തോടെ കൊണ്ടുപോകുവിൻ എന്നവർക്കൊരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ വന്നു ഉടനെ അടുത്ത് ചെന്ന് റബി എന്ന് പറഞ്ഞവനെ ചുംബിച്ചു. അവർ അവൻ്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു. യേശു അവരോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഇരുന്നു, നിങ്ങളെന്നെ പിടിച്ചില്ല. എങ്കിലും തിരുവെഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് പറഞ്ഞു. ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. കർത്താവായ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് കാണിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നത്? യേശു ഗലീലക്കാരനാണ്. യേശുവിനെ പിടിക്കാൻ വരുന്ന ആളുകൾ റോമക്കാരായ പടയാളികളും ഒപ്പം യഹൂദിയ സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ യെരുശലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള കുറച്ച് യഹൂദന്മാരുമാണ്. അവർക്ക് ഗലീലക്കാരനായ യേശുവിനെ പരിചയമില്ല. രണ്ടാമത്തെ കാര്യം, യേശുവിന് ഒരു പ്രത്യേക വസ്ത്രം മറ്റ് ശിഷ്യന്മാർക്കുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ അക്കാലത്ത് യഹൂദന്മാർ ധരിക്കുന്ന സാധാരണ വസ്ത്രത്തിൽ നിന്നൊരു പ്രത്യേകത യേശുവിനില്ലായിരുന്നു. പ്രത്യേക വസ്ത്രം ധരിക്കുന്ന ആളുകളെ യേശു നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും നിലയങ്കികളോടുകൂടെ നടക്കുന്നു, മുഖ്യാസനം തിരഞ്ഞെടുക്കുന്നു, അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അവർക്ക് പ്രിയമാകുന്നു. യേശു അതിനെ വിമർശിച്ചു. ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും വസ്ത്രധാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല, ശരീരത്തിലെ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് യേശു പഠിപ്പിച്ചത്. അല്ലാതെ പല മതങ്ങളിലും ആളുകൾ പറയുന്നത്, നിങ്ങൾക്ക് നന്നായി ചിന്തിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, പെരുമാറണമെങ്കിൽ നിങ്ങൾ ഒരു ശല്യവുമില്ലാത്ത ഏകാന്ത സ്ഥലത്ത് തപസ്സിരിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തോടുകൂടെ തീർച്ചയായിട്ടും നമുക്ക് ദൈവഭക്തി പുലർത്താൻ സാധിക്കും. അങ്ങനെ ആയിരുന്നല്ലോ ഹാനോക്കും നോഹയും അബ്രഹാമും ഇസഹാക്കും യാക്കോബും യോസേഫും മോശയും ഒക്കെ. ആദ്യത്തെ മഹാപുരോഹിതൻ അഹരോൻ വിവാഹിതനായിരുന്നല്ലോ, മക്കളുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഭക്തിക്ക് ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ കുടുംബജീവിതമോ തടസ്സമല്ല. ഒരു വസ്ത്രം തടസ്സമല്ല, പ്രത്യേക വസ്ത്രം ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല. യേശു അതാണ് പഠിപ്പിച്ചത്, യേശു അതാണ് പ്രാക്ടീസ് ചെയ്തത്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വസ്ത്രം യേശുവിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനെ കാണിച്ചു കൊടുക്കണമായിരുന്നു. മൂന്നാമത്, യേശുവിനെ പിടിക്കാൻ ചെല്ലുന്നത് യേശു പതിവായിട്ട് ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിക്കാൻ പോകുന്ന ഗത്സമന എന്ന് പറഞ്ഞ തോട്ടത്തിൽ വെച്ചാണ്. അത് ഇരുട്ടാണ്. യെരുശലേം ദേവാലയത്തിൽ പെരുന്നാൾ നടക്കുകയാണ്. അവിടെ വെച്ച് യേശുവിനെ പിടിച്ചാൽ ആൾ കൂടും. യേശുവിനോട് താല്പര്യമുള്ള ഒരുപാട് പേർ അവിടെയുണ്ട്. അവർ പറയും, നിങ്ങൾ കാണിക്കുന്ന മര്യാദകേടാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് പുരുഷാരം ബഹളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, യേശുവിനോട് അനുകൂലമുള്ള ആളുകൾ. അതുകൊണ്ടാണ് അവര് പെരുന്നാളിൽ ജനക്കൂട്ടത്തിന് മധ്യ യേശുവിനെ പിടിക്കരുത്, യേശുവിൻ ശിഷ്യന്മാരും ഒക്കെയുള്ള രഹസ്യ സ്ഥലത്ത് വെച്ച് വേണം പിടിക്കാൻ എന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ യൂദ അവരോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, യേശു പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം, യേശു ആരാണെന്നുള്ളത് പിടിക്കാൻ വരുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അയാളാണ് യേശു, അയാളെ പിടിച്ചോളണം എന്ന് പറഞ്ഞു.
അപ്പോൾ അവര് ഇന്നത്തെ കാലത്തെ വെളിച്ചം ദീപട്ടിപ്പന്തങ്ങളാണല്ലോ, വാളും വടിയും ഒക്കെ ആയിട്ട്. കാരണം യേശു ആക്രമിച്ചില്ലെങ്കിലും ശിഷ്യന്മാർ ആക്രമിച്ചെങ്കിലോ എന്ന് ഭയന്ന് വാളും വടിയും ഒക്കെ ആയിട്ട് വന്ന് യൂദ ചുംബിച്ചു കഴിഞ്ഞ് അവർ വന്ന് യേശുവിനെ പിടിക്കുകയാണ്. ചില വിചാരിച്ചിരിക്കുന്നത് യേശുവിന് ശക്തിയില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ അവര് ഭസ്മമാകുമായിരുന്നില്ലേ എന്നൊക്കെയാണ്. യേശു പിടിക്കപ്പെടാനാണ് വന്നത്, യേശു ബന്ധിതനാകാനാണ് വന്നത്, യേശു വിസ്തരിക്കപ്പെടാനാണ് വന്നത്, വിധിക്കപ്പെടാനാണ് വന്നത്, കുരിശ് ചുമക്കാനാണ് വന്നത്, കാൽവറിയിലേക്ക് പോകാനാണ് വന്നത്. അവിടെ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരുടെ മധ്യേ ഒരു മഹാദുഷ്പ്രവൃത്തിക്കാരനെ പോലെ മരിക്കാനാണ് വന്നത്. ആ മരണം മനുഷ്യന്റെ നരകയാതനയായിരുന്നു. പിതാവിനാൽ കൈവിടപ്പെടുന്നു, അതുപോലെ നരകം അനുഭവിക്കുന്നു, മരണശേഷം ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിനാണ് യേശു വന്നത്. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ഉദ്ധാരണത്തിനു വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവര് മിസ്രൈമിലായിരുന്നപ്പോൾ അവരെ വിടുവിക്കാൻ മോശ എന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞത്, നിങ്ങള് 1-ാം മാസം 10-ാം തീയതി ഒരു ആടിനെ മാറ്റി നിർത്തണം, അതിന് മറ്റ് രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ 14-ാം തീയതി അതിനെ കൊല്ലണം എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന് അവിടുന്ന് വിടുതലുണ്ടായത്. കാരണം ഈ രക്തം അവർ പാർത്ത കട്ടളക്കാലിലും കുറുമ്പടിയിലും വീടിന്റെ കതകിന്റെ കട്ടളക്കാലിലും കുറുമ്പടിയിലും പുരട്ടണം. രക്തം കാണുന്ന വീടുകളിൽ നിന്നും സംഹാരദൂതൻ ഒഴിഞ്ഞു പോയിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോ മറ്റെല്ലാ വീടുകളിലും സംഹാരദൂതൻ വന്നിട്ട് ആദിജാതന്മാരെ കൊന്നു, ഫറവോന്റെ വീട്ടിലെ ആദിജാതനെയും കൊന്നു. അപ്പോഴാണ് ഇത് കളിയല്ല എന്ന് മനസ്സിലാക്കി ഫറവോൻ വിടുവിച്ചത്. വാസ്തവത്തിൽ പെസഹ കുഞ്ഞാടിനാലുള്ള ഇസ്രായേൽ മക്കളുടെ വിടുതൽ നിഴലായിരുന്നു. അതിന്റെ പൊരുളായിട്ടാണ് യേശു കുഞ്ഞാടായിട്ട് വന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സാമ്പ വിളിച്ചു പറഞ്ഞ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഗെത്സമനയിൽ വെച്ച് യേശു മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തു. മനുഷ്യനു വേണ്ടി പിടിക്കപ്പെടാൻ, ബന്ധിതനാകാൻ, വിസ്തരിക്കപ്പെടാൻ, വിധിക്കുവാൻ, കൊല്ലപ്പെടുവാൻ യേശു തയ്യാറാകുകയായിരുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സന്തോഷത്തോടുകൂടെ മനസ്സായിട്ട് യേശു ഈ നരകം അനുഭവിക്കുകയാണ് ഉണ്ടായത്. യേശു അവരോട് ചോദിച്ചു, ഈ വാളും വടിയൊക്കെ എന്തിനാണ്? ഞാൻ ദേവാലയത്തിൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് എന്നെ പിടിക്കണമായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ നിങ്ങളോട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് യേശു പറയുകയാണ്. യേശു ഓടിയില്ല. ചില മത നേതാക്കളൊക്കെ അവരെ പിടിക്കാൻ വന്നപ്പോൾ ഓടാനിടയായി. പക്ഷെ യേശു ഓടിയില്ല. കാരണം യേശുവിനെ അറിയാമായിരുന്നു, താൻ അനുഭവിക്കുന്ന മരണം അത് നരകമാണ്, മനുഷ്യന് പകരമുള്ള നരകമാണ്. അതിനാലാണ് മനുഷ്യന് രക്ഷയുണ്ടാകുന്നത്. ഞങ്ങൾ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. വെള്ളം വീഞ്ഞാക്കിയ ആളുകളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച വിശപ്പ് മാറ്റുന്ന യേശുവിനെ കുറിച്ചല്ല. മനുഷ്യൻ ആത്മരക്ഷ തരാൻ, സ്വർഗം തരാൻ, ദൈവത്തെ തരാൻ നമുക്ക് തടസ്സമായിരുന്ന നരകം അനുഭവിച്ച യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പൗലോസ് എഴുതി, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ പെസഹ കുഞ്ഞാടായ യേശു പിടിക്കപ്പെടുകയാണ്, ബന്ധിക്കപ്പെടുകയാണ്. നമ്മുടെ ബന്ധനം മാറ്റാൻ, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ, നമുക്ക് അനുഗ്രഹം ഉണ്ടാകാൻ, സ്വർഗം ഉണ്ടാകാൻ ഇതല്ലാതെ ഒരു മാർഗമില്ലായിരുന്നു. അതിന് തയ്യാറായ യേശുവിനെ ഓർത്ത് നമുക്ക് പിതാവായ ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.